ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രിയിൽ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. കർത്താവ് ദുർബലർക്കും അനാഥർക്കും നീതി നടത്തിക്കൊടുക്കുന്ന ദൈവമാണ്. അവിടുന്ന് അഗതികളുടെ അവകാശം സ്ഥാപിച്ച് നൽകുന്ന ദൈവമാണ്. നമുക്ക് അർഹതപ്പെട്ട അനുഗ്രഹങ്ങളെ തീർച്ചയായും ദൈവം ഇടപെട്ട് നമുക്ക് തന്നെ നൽകിയിരിക്കും. അതിനാൽ ഈ രാത്രിയിൽ നമ്മുടെ കഷ്ടതകളെയും ഭാരവും പ്രയാസങ്ങളും ഈ സമയം നിങ്ങൾ ഏതിനെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കുന്നുവോ അതെല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിക്കുക. നമ്മുടെ അനാരോഗ്യം, വേദന, വിഷമങ്ങൾ എല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിക്കുക. നമ്മെ ക്ലേശത്തിലേക്ക് നയിക്കുന്ന ഓരോ കാര്യങ്ങളെയും സമർപ്പിക്കുക. നമ്മുടെ ഉറക്കം കെടുത്തുന്ന, നമ്മെ അസ്വസ്ഥപ്പെടുത്തുന്ന എല്ലാ കാര്യങ്ങളും ഈ രാത്രിയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുക. നിങ്ങളുടെ ഓരോ ആവശ്യങ്ങൾക്കു വേണ്ടിയും നിരന്തരം ഞങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. തീർച്ചയായും നിങ്ങളുടെ ആഗ്രഹങ്ങൾ കർത്താവ് സാധിച്ചു തരും. ദൈവസന്നിധിയിൽ ഇന്ന് രാത്രി ഉറങ്ങാൻ മുൻപ് നമ്മെ തന്നെ പൂർണ്ണമായി കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് കർത്താവ് ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് എന്തെന്ന് കാതോർത്ത് നമുക്ക് കേൾക്കാം. വിശ്വാസത്തോടെ നാളത്തെ നമ്മുടെ നിയോഗങ്ങളെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. തീർച്ചയായും കർത്താവിന് നിങ്ങളെക്കുറിച്ചൊരു വലിയ പദ്ധതിയുണ്ട്. അവിടുത്തെ പദ്ധതി നിങ്ങളുടെ ജീവിതത്തിൽ, കർത്താവിനെ ആശ്രയിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ അവിടുന്ന് നടത്തിയിരിക്കും. വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 77 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ ദൈവത്തോട് ഉച്ചത്തിൽ നിലവിളിക്കും, അവിടുന്ന് കേൾക്കാൻ ഉച്ചത്തിൽ അപേക്ഷിക്കും. കഷ്ടദിനങ്ങളിൽ ഞാൻ കർത്താവിനെ അന്വേഷിക്കുന്നു. രാത്രി മുഴുവൻ ഞാൻ കൈവിരിച്ചു പിടിച്ചു, ഒന്നിനും എന്നെ ആശ്വസിപ്പിക്കാനായില്ല. ഞാൻ ദൈവത്തെ ഓർക്കുകയും വിലപിക്കുകയും ചെയ്യുന്നു. ഞാൻ ധ്യാനിക്കുകയും എൻ്റെ മനസ്സ് ഇടിയുകയും ചെയ്യുന്നു. കണ്ണ് ചിമ്മാൻ അവിടുന്ന് എന്നെ അനുവദിക്കുന്നില്ല. സംസാരിക്കാനാവാത്ത വിധം ഞാൻ ആകുലനാണ്. ഞാൻ കഴിഞ്ഞ കാലങ്ങൾ ഓർക്കുന്നു, പണ്ടത്തെ സംവത്സരങ്ങളെ സ്മരിക്കുന്നു. രാത്രിയിൽ ഞാൻ ഗാഢചിന്തയിൽ മുഴുകുന്നു. ഞാൻ ധ്യാനിക്കുകയും എൻ്റെ ആത്മാവിൽ ഈ ചോദ്യം ഉയരുകയും ചെയ്തു: കർത്താവ് എന്നേക്കുമായി തള്ളിക്കളയുമോ? ഇനി ഒരിക്കലും അവിടുന്ന് പ്രസാദിക്കുകയില്ലേ? അവിടുത്തെ കരുണ എന്നേക്കുമായി നിലച്ചുവോ? അവിടുത്തെ വാഗ്ദാനങ്ങൾ എന്നേക്കുമായി അവസാനിച്ചുവോ? കൃപ കാണിക്കാൻ ദൈവം മറന്നുപോയോ? അവിടുന്ന് കോപത്താൽ തൻ്റെ കരുണയുടെ വാതിൽ അടച്ചു കളഞ്ഞുവോ? അത്യുന്നതൻ്റെ ശക്തി പ്രകടമാകാത്തതാണ് എൻ്റെ ദുഃഖകാരണം എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ കർത്താവിൻ്റെ പ്രവൃത്തികൾ ഓർമ്മിക്കും. പണ്ട് അങ്ങ് ചെയ്ത അത്ഭുതങ്ങൾ ഞാൻ അനുസ്മരിക്കും. ഞാൻ അങ്ങയുടെ സകല പ്രവൃത്തികളെയും പറ്റി ധ്യാനിക്കും. അങ്ങയുടെ അത്ഭുതകരമായ പ്രവൃത്തികളെപ്പറ്റി ചിന്തിക്കും. ഏറ്റവും കാരുണ്യവാനായ ദൈവമേ, അങ്ങയുടെ സന്നിധിയിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുവാനായി ഞങ്ങൾ മനസ്സ് തുറക്കുമ്പോൾ, കർത്താവെ, ഈ രാത്രിയിൽ ഞങ്ങളെ ആശ്വസിപ്പിക്കുവാൻ, ഞങ്ങളെ സൗഖ്യപ്പെടുത്തുവാൻ, ഞങ്ങളെ അനുഗ്രഹിക്കുവാൻ, ഞങ്ങളെ സംരക്ഷിക്കുവാൻ നീ ഞങ്ങളുടെ അടുത്തേക്ക് വരണമേ. കർത്താവെ, രക്ഷിക്കാൻ കഴിയാത്ത വിധം അങ്ങയുടെ കരങ്ങൾ കുറുകിപ്പോയിട്ടില്ല എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഈ ദിവസങ്ങളിൽ ഞങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളെ, തിരസ്കരണത്തെ, വേദനകളെ, വിഷമങ്ങളെ, അസ്വസ്ഥതകളെ, രോഗപീഠങ്ങളെ, എല്ലാ പരാജയങ്ങളെയും കർത്താവെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അങ്ങാണ് ഞങ്ങളുടെ രക്ഷകനായ ദൈവം. അങ്ങാണ് ഞങ്ങളുടെ വിമോചകനും ഞങ്ങളുടെ സൗഖ്യദായകനും. കർത്താവെ, ഇന്നുവരെ അങ്ങ് ഞങ്ങളെ വഴി നടത്തി. വലിയ പ്രതിസന്ധികൾ ജീവിതത്തിൽ വന്നെങ്കിലും അവിടുന്ന് ഞങ്ങളെ വഴി നടത്തി. ഇന്നോളം സകല ശത്രുക്കളിൽ നിന്നും അവിടുന്ന് ഞങ്ങളെ സംരക്ഷിച്ചു. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും അവിടുന്ന് ഞങ്ങളെ കരകയറ്റുകയും ചെയ്തു. കർത്താവെ, തകർച്ചകളുടെ വക്കിൽ പോലും, പരാജയത്തിൻ്റെ
അവിടുന്ന് ഞങ്ങളുടെ ജീവനെ സംരക്ഷിച്ചു. എല്ലാവരാലും തിരസ്കരിക്കപ്പെട്ട നിമിഷത്തിലും അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിച്ച് അങ്ങയുടെ സ്നേഹത്തിൽ കൂട്ടിച്ചേർത്തു. കർത്താവേ, എല്ലാവരും ഞങ്ങളെ തെറ്റിദ്ധരിച്ചപ്പോൾ, എല്ലാവരും ഞങ്ങൾക്കെതിരെ തിന്മ പ്രചരിപ്പിച്ചപ്പോൾ, ഞങ്ങൾക്കെതിരെ അപവാദങ്ങൾ പറഞ്ഞു പരത്തി ഞങ്ങൾക്കെതിരെ കുറ്റം ആരോപിച്ചപ്പോഴും കർത്താവേ, അങ്ങയുടെ അനന്തമായ സ്നേഹം ഞങ്ങളെ ഒരിക്കലും കൈവിട്ടില്ല. അങ്ങയുടെ പ്രത്യേക കരുതൽ ഞങ്ങൾക്ക് ആശ്വാസം നൽകി. അങ്ങ് പല വ്യക്തികളെ ഞങ്ങൾക്ക് സഹായത്തിനായി അയച്ചു. ഞങ്ങളുടെ വേണ്ടപ്പെട്ടവർ ഞങ്ങളെ ഉപേക്ഷിച്ച് കടന്നുപോയപ്പോൾ, ഞങ്ങൾ കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്തവർ പോലും ഞങ്ങളുടെ സഹായത്തിനായി നീ അയച്ചു. ദൈവമേ, ഇപ്പോൾ ഞങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഓരോ അവസ്ഥയെയും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ എല്ലാ ആത്മാക്കളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. സ്നേഹിക്കുന്നവരുടെ മരണം മൂലമുള്ള വേർപാട് കാരണം വേദനിച്ച് കഴിയുന്ന കുടുംബാംഗങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, വേദനയുടെ നിമിഷങ്ങളിൽ, കുറ്റപ്പെടുത്തലുകളുടെ നിമിഷങ്ങളിൽ, ഒറ്റപ്പെടലിൻ്റെ നിമിഷങ്ങളിൽ, ഞങ്ങളുടെ ഏകാന്തതകളിൽ അവിടുന്ന് ഞങ്ങളെ മനസ്സിലാക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആർക്കും ഞങ്ങളെ മനസ്സിലാക്കാൻ സാധിച്ചില്ലെങ്കിലും ദൈവമേ, അവിടുന്ന് ഞങ്ങളെ മനസ്സിലാക്കുന്നു. അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുന്നു. അവിടുന്ന് ഞങ്ങളെ ഒരിക്കലും തെറ്റിദ്ധരിക്കുന്നില്ല. അവിടുന്ന് ഞങ്ങളെ തള്ളിക്കളയുകയില്ല. അവിടുന്ന് ഞങ്ങളെ ലജ്ജിപ്പിക്കുവാൻ ശ്രമിച്ചിട്ടില്ല. കർത്താവേ, ഞങ്ങളുടെ കുറവുകളെ, ബലഹീനതകളെ ഞങ്ങളെപ്പോഴൊക്കെ അങ്ങയോട് മാപ്പ് ചോദിച്ചുവോ അപ്പോഴെല്ലാം അവിടുന്ന് ഞങ്ങൾക്ക് മാപ്പ് നൽകി. അവിടുത്തെ അനന്തമായ സ്നേഹം ഞങ്ങളിൽ പ്രതിഫലിപ്പിച്ചു. അങ്ങയുടെ അനന്തമായ സ്നേഹത്തിൻ്റെ അടയാളമായി അങ്ങയുടെ പുത്രനായ യേശുക്രിസ്തുവിനെ ഞങ്ങളുടെ രക്ഷയ്ക്കു വേണ്ടി ഞങ്ങളുടെ മരണം ഏറ്റെടുത്ത് സ്വയം കുരിശിൽ മരിച്ച് ഞങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുവാൻ അവിടുന്ന് തിരുമനസ്സായി. കർത്താവെ, ഇത്രയധികം ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, ഈ ലോകത്തിൽ നിന്ന് പല വ്യക്തികൾ ഞങ്ങളെ അപമാനപ്പെടുത്തിയാലോ, കുറ്റം പറഞ്ഞാലോ, ഒറ്റിക്കൊടുത്താലോ, കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല. എന്തെന്നാൽ എന്നെ സ്നേഹിക്കുന്ന, എന്നെ കരുതുന്ന എൻ്റെ കർത്താവാണ് എൻ്റെ സഹായകൻ. എൻ്റെ കർത്താവ്, എന്നെ സൃഷ്ടിച്ച എൻ്റെ ദൈവം ഒരിക്കലും എന്നെ ഉപേക്ഷിക്കുകയില്ല. അപ്പനോ അമ്മയോ എന്നെ ഉപേക്ഷിച്ചാൽ പോലും എൻ്റെ ദൈവം എന്നെ ഉപേക്ഷിക്കുകയില്ല. എന്നെ അനന്തമായി സ്നേഹിക്കുന്ന, എന്നെ അനന്തമായി കരുതുന്ന ദൈവം അവിടുന്ന് എന്നെ ചേർത്ത് നിർത്തും. അങ്ങയുടെ അനന്തമായ സ്നേഹത്തിൽ ഈ രാത്രിയിൽ ഞങ്ങളെ ചേർത്ത് നിർത്തണമേ. ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ വേദനയെ അവിടുന്ന് ഏറ്റെടുത്ത് ഞങ്ങളുടെ ദുഃഖത്തിൻ്റെ കാരണം അവിടുന്ന് സൗഖ്യപ്പെടുത്തണമേ. കർത്താവേ, ഈ രാത്രിയിൽ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് ചിന്തിച്ചു കഴിയുന്നവർക്ക് എല്ലാം വീണ്ടെടുക്കുന്നതിൻ്റെ സമയമാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കുവാൻ അങ്ങയിലുള്ള ഞങ്ങളുടെ പ്രത്യാശ വർദ്ധിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ രാത്രിയിൽ ഞങ്ങളെ വേദനിപ്പിക്കുന്ന ഓരോ ഓർമ്മകളിൽ നിന്നും ഞങ്ങളെ സുഖപ്പെടുത്തണമേ. ഞങ്ങളുടെ ഓർമ്മകളെ നീ സുഖപ്പെടുത്തണമേ. കർത്താവേ, ഞങ്ങളുടെ തലച്ചോറിനെ നീ വിശുദ്ധീകരിക്കണമേ. മനസ്സിനെ നീ സാന്ത്വനപ്പെടുത്തണമേ. മുറിവേറ്റ ഞങ്ങളുടെ ഹൃദയത്തെ നീ സുഖപ്പെടുത്തണമേ. തളർന്ന ശരീരത്തിന് ബലം നൽകണമേ. കർത്താവേ, സത്യാവസ്ഥ മനസ്സിലാക്കാൻ ശ്രമിക്കാതെ നുണകൾ സത്യമെന്ന് മനസ്സിലാക്കി ഞങ്ങളെ തള്ളിക്കളയുമ്പോൾ, ഞങ്ങളുടെ വാക്കുകളെ തള്ളിക്കളയുമ്പോൾ, കർത്താവേ, നിന്റെ വാക്കുകളെയാണ് അവർ തള്ളിക്കളയുന്നത് എന്ന് മനസ്സിലാക്കുവാനുള്ള അനുതാപവും പശ്ചാത്താപവും ഞങ്ങൾക്കെതിരെ നിൽക്കുന്ന ഓരോ വ്യക്തിക്കും നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ സഹായങ്ങൾ വേണം, എന്നാൽ ഞങ്ങളെ വേണ്ട, ഞങ്ങളുടെ വാക്കുകൾക്ക് യാതൊരു വിലയും കൽപ്പിക്കാത്ത ഞങ്ങളുടെ ബന്ധുമിത്രാദികൾക്ക്, ഞങ്ങളെ അറിയാവുന്നവർക്ക് കർത്താവെ, ഈ രാത്രിയിൽ നീ അനുതാപവും പശ്ചാത്താപവും മനസ്സാന്തരവും നൽകി നീ അവരെ അനുഗ്രഹിക്കണമേ. സത്യം മനസ്സിലാക്കുന്നതിനും സത്യം ഗ്രഹിക്കുന്നതിനും സത്യത്തിൽ ജീവിക്കുന്നതിനും സത്യം പറയുന്നതിനും ഈ ലോകത്തിൽ എല്ലാ കുടുംബത്തെയും
എല്ലാ വ്യക്തിയെയും നീ അനുഗ്രഹിക്കണമേ. കർത്താവേ, നുണയുടെ അശുദ്ധാത്മാവിൽ നിന്ന് ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ ഈ ലോകത്തെ മുഴുവനും നീ രക്ഷിക്കണമേ. കർത്താവേ, അനേക വർഷങ്ങളായി നുണയരുടെ വായ അടച്ചു കളയാതെ നീ സൂക്ഷിക്കുന്നത് ഒരിക്കൽ അവൻ നിന്നിലേക്ക് തിരിച്ചു വരും എന്ന വിശ്വാസത്തോടെയാണ്. കർത്താവേ, ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, എല്ലാ നുണയരിൽ നിന്നും നുണയുടെ അശുദ്ധാത്മാവിനെ നീ ബഹിഷ്കരിച്ചു കളഞ്ഞ് സത്യത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നീ നൽകണമേ. കർത്താവേ, സത്യത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് സ്വന്തമായാൽ ലോകത്തിൻ്റെ നുണകളിൽ നിന്ന് ഞങ്ങൾ രക്ഷ പ്രാപിക്കും. കർത്താവേ, അങ്ങ് പറയുന്നത് മാത്രമാണ് സത്യം. വചനവുമായ ഈശോയെ, വഴിയും സത്യവും ജീവനുമായ ഈശോയെ, അങ്ങ് ഇന്ന് ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബത്തിൽ വന്നു നിറഞ്ഞ്, ഭവനത്തിൽ വന്നു നിറഞ്ഞ്, ഹൃദയത്തിൽ വന്നു നിറഞ്ഞ് അങ്ങയുടെ സത്യം എന്താണ് എന്ന് പഠിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നുണ പറയുന്ന വ്യക്തികളിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ. ഈ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നാളത്തെ പ്രഭാതത്തിൽ വലിയ ദൈവീക അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ ഞങ്ങളെ വീണ്ടും ഉണർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ കഷ്ടപ്പെടുന്ന ഓരോ വ്യക്തികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സത്യത്തിൽ ജീവിക്കുന്നവർക്ക്, സത്യം മാത്രം പറയുന്നവർക്ക്, സത്യം ഗ്രഹിക്കുന്നവർക്ക് ഉള്ള സകല കഷ്ടതകളിൽ നിന്നും അവിടുന്ന് ഈ രാത്രിയിൽ അവരെ മോചിപ്പിക്കണമേ. ദൈവമേ, അങ്ങയുടെ ശക്തമായ ഇടപെടൽ സത്യത്തിൽ നിലനിൽക്കുന്നവർക്ക് വേണ്ടി ഈ രാത്രിയിൽ ഉണ്ടാകണമേ. സത്യത്തിൽ നിലനിൽക്കുന്നവരെ അവിടുന്ന് സംരക്ഷിക്കണമേ, അവിടുന്ന് മഹത്വപ്പെടുത്തണമേ. ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ അവരെ അവിടുന്ന് ഉയർത്തണമേ. ഈ ലോകത്തിൽ വെച്ച് സത്യത്തിനു വേണ്ടി ജീവിക്കുന്നവർക്ക്, സത്യത്തിൻ്റെ പാതയിലൂടെ നയിക്കപ്പെടുന്നവർക്ക്, സത്യം സംസാരിക്കുകയും സത്യം ഗ്രഹിക്കുകയും ചെയ്യുന്നവർക്ക്, സത്യം സ്ഥാപിക്കുവാൻ ശ്രമിക്കുന്നവർക്ക്, കർത്താവേ, ഇന്നും എന്നേക്കും നീ സംരക്ഷണം നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരെ ഈ ലോകത്തിൽ വെച്ച് തന്നെ നീ ഉയർത്തണമേ, മഹത്വപ്പെടുത്തണമേ. ആകാശത്തിലും ഭൂമിയിലും സ്വർഗത്തിലും നീ അവരെ ഉയർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഒരിക്കലും നുണയർ സത്യത്തെ തകർക്കുവാൻ നീ അനുവദിക്കല്ലേ. ദൈവമേ, നുണയരുടെ നുണകളെ നീ തകർത്ത് കളയുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിയിൽ നുണ പറയുന്ന എല്ലാവർക്കും ദൈവികാനുതാപം നൽകി, മനസ്സാന്തരം നൽകി, പശ്ചാത്താപം നൽകി. കർത്താവെ, അങ്ങയുടെ കാരുണ്യം അവരെ നശിക്കാൻ അനുവദിക്കല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, ആ നുണയർക്കു വേണ്ടി ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുന്ന് ഇടപെട്ടാൽ മാത്രമേ നുണയരുടെ നുണകളെ നുണകളായി മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. കർത്താവെ, ഇന്ന് രാത്രിയിൽ നീ പ്രവർത്തിക്കണമേ. എത്ര നാൾ ഈ ലോകത്തിൽ നുണ ജയിച്ചു നിൽക്കും? കർത്താവെ, ഈ ലോകത്തിൽ സത്യത്തിന് യാതൊരു സ്ഥാനവുമില്ലാതാക്കരുതേ. കർത്താവെ, അവസാന വിജയം സത്യത്തിന് മാത്രമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. സത്യം ജയിക്കുവാൻ ഇനി കാലതാമസം വരുത്തരുതേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഉത്തരം നൽകുന്ന ദൈവമേ, അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, സകല വിശുദ്ധരെ, ദൈവത്തിൻ്റെ മാലാഖമാരെ, ഈ രാത്രിയിൽ ഞങ്ങൾ ദൈവസന്നിധിയിൽ സുരക്ഷിതരായി വസിക്കുന്നതിന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ
സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ നിങ്ങൾക്ക് തുണയേകട്ടെ. സത്യത്തിൽ ഉറച്ചു നിൽക്കുക. ഒരിക്കലും നുണയ്ക്ക് അധികമായി ആയുസ്സുണ്ടാവുകയില്ല. അതിനാൽ നിങ്ങൾ സത്യത്തിൽ ഉറച്ചു നിൽക്കുക, സത്യം സംസാരിക്കുക, സത്യം മനസ്സിലാക്കാൻ ശ്രമിക്കുക, സത്യത്തിൽ ജീവിക്കുവാൻ പരിശ്രമിക്കുക. തീർച്ചയായും വചനമാകുന്ന സത്യമാകുന്ന യേശു നിങ്ങളെ കൈക്കൊള്ളും. അവസാന വിജയം നിങ്ങളുടേതാണ്. അതിനാൽ നിങ്ങൾ ഭയപ്പെടരുത്. നിങ്ങളുടെ സത്യം നിങ്ങളെ വിജയിപ്പിക്കും. നിങ്ങൾ ഭയപ്പെടരുത്, നിങ്ങൾ ദുഃഖിക്കരുത്. സത്യം മാത്രമേ നിലനിൽക്കുകയുള്ളൂ. സത്യത്തിന് ആർക്കും തോൽപ്പിക്കുവാൻ സാധിക്കുകയില്ല. അതിനാൽ വിശ്വസിക്കുക, ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. സത്യത്തിൽ ഉറച്ചു നിൽക്കുക. കർത്താവാണ് നിങ്ങളെ രക്ഷിക്കുന്നവൻ. അവിടുന്ന് നിങ്ങൾക്ക് തക്ക സമയത്ത് സഹായം അയച്ചു തരും. നിങ്ങൾ ഭയപ്പെടരുത്. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും ബന്ധുമിത്രാദികളോടും പൂർവികരോടും സഹോദരങ്ങളോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. ആമേൻ.